സാറേ, ഒരാഴ്ച കൂടി സമയം തരണം പ്ലീസ്. അയ്യോ സാർ. ഓ വേണ്ട സാറേ, ഞങ്ങൾ മാറിത്തരാം. ഓ ശരി സാറേ. എന്താ അയാൾ സമ്മതിക്കുന്നില്ലേ? ഇല്ല, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ വരാൻ പോകുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നിന്നോട്. ചുറ്റുപാടുള്ളവർ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവരെ വിളിച്ച് സുധാകരൻ സാറിന്റെ അടുത്ത് പറഞ്ഞു കാണും വാടകയ്ക്ക് കൊടുത്ത വീട്ടിലെ പെണ്ണ് കുഴപ്പക്കാരിയാണെന്ന്. ആ സമയത്ത് വരികയും പോവുകയും ചെയ്യുന്നു, ആണുങ്ങളോടൊപ്പം കറങ്ങി നടക്കുന്നു എന്നൊക്കെ. ഓ അതൊക്കെ പോട്ടെ എന്ന് വെക്കാം. സിദ്ധാർത്ഥൻ സാറിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം നടത്തിയിട്ട് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ലെന്നാ അയാൾ പറയുന്നു. ആ ഇനിയിപ്പൊ നമ്മളെ ഇവിടെ താമസിപ്പിക്കുന്ന പന്തിയെല്ലാം തോന്നിക്കാണും. ഈശ്വര, പെട്ടെന്ന് നമ്മളിനി എവിടെ പോവും? ആ നമുക്കിനി 2 ദിവസം കൂടെ അവധി കിട്ടുമായിരിക്കും അല്ലേ? ഇല്ല, നാളെ തന്നെ ഒഴിവായി കൊടുക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. ഈശ്വര. ആ 1-2 ബ്രോക്കർമാരോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ എന്ത് ചെയ്യാനാ. സിദ്ധാർത്ഥ് സാറിനോടൊന്ന് പറഞ്ഞാലോ? അയ്യോ വേണ്ട, ഇനി ഇതിന്റെ പേരും പറഞ്ഞ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് വയ്യ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്നത്? മനുഷ്യന് കുറച്ച് സമാധാനം തന്നൂടെ? നീ വേണ്ടാത്തതൊക്കെ നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. സോഷ്യൽ മീഡിയയിൽ വന്നത് നാട്ടിലാകെ പാട്ടായിരിക്കുക. പാട്ടാകണമല്ലോ, പാടും ഏറ്റുപാടും. അതങ്ങ് ഹിറ്റ് ആവണം. ഞങ്ങളെ കൊന്നിട്ട് പോരായിരുന്നോ കണ്ണി ചോരയില്ലാത്ത ഈ പ്രവൃത്തികൾ കാണിക്കാൻ? അയ്യോ, നിങ്ങളെ എനിക്ക് കൊല്ലാനൊന്നും സമയമില്ല. ചാകണോന്നുള്ളവര് സ്വയം ചത്തു. എനിക്ക് കൊല്ലാനുള്ള ആളെ പുറത്തുണ്ട്. നിനക്ക് അദ്ദേഹത്തിന്റെ ദേഹത്തോടാനൊക്കില്ല, എന്നിട്ടല്ലേ കൊല്ലുന്നത്. നോക്ക്, നിന്റെ നാശം നീ തന്നെ വരുത്തി വെക്കുക. ഞാൻ നശിക്കുന്നുണ്ടെങ്കിലേ അതിനു മുമ്പ് നശിപ്പിക്കേണ്ടവരെ ഒക്കെ നശിപ്പിച്ചിരിക്കും. സിദ്ധാർത്ഥന്റെ ഇപ്പോഴത്തെ ഈ തകർച്ച കാലം അയാൾക്ക് കാത്തുവെച്ചതാ. നീ നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കണ്ട് വെല്ലു വിളിച്ചോണ്ട് അവിടെ ഇരുന്നോ? നാളെ നേരം വെളുക്കുമ്പോ തെരുവിലേക്ക് ഇറങ്ങണം നമ്മള്. നിന്റെ പ്രവൃത്തികളുടെ ഗുണം കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. ഇറങ്ങിക്കൊടുക്കാലോ, വെളുപ്പാങ്കാലത്ത് തന്നെ ഇറങ്ങിയേക്ക. ഇവക്കെന്താ നീ എന്തൊക്കെയാ പറയുന്നത്? ഈ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറാനുള്ള സെറ്റപ്പ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പാട്ട വീട്ടിൽ താമസിച്ച് മതിയായി. അധിക ദൂരമൊന്നുമില്ല ഇവിടുന്ന് 2ാമത്തെ വീട്. ആ വളവിന് താഴെ ഇരിക്കുന്ന വീടാ. ഓണറ് ബാങ്ക് ഓഫീസറാ, മാത്യു സാറ്. അതൊരു വലിയ വീടല്ലേ? ആ വീട് വിലയ്ക്ക് വാങ്ങാൻ ഞാൻ മുമ്പേ ചോദിച്ചിരുന്നതാ. തൽക്കാലം വാടകയ്ക്കെടുക്ക. ഞാൻ സംസാരിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ നേതാവ് സിദ്ധാർത്ഥന്റെ മകൾ ആ നിലയ്ക്കൊത്ത വീട്ടിൽ തന്നെ താമസിക്കണം. ഇനി നമ്മുടെ വീട് അതാ. നമുക്കതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ വീട് വാടകയ്ക്കെടുത്ത് നമ്മൾ മാറണമെന്നോ? വാടകയ്ക്കെടുത്ത് കഴിഞ്ഞു, ഇനി പോയാ മതി. നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേ? നമ്മുടെ വരുമാനം എത്രയെന്നറിയോ? ആര് വാടക കൊടുക്കും? വാടക ഞാൻ കൊടുക്കും, പോരെ? അത് പോരാ. നീ വാടക കൊടുക്കുമെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, എങ്ങനെ വാടകയ്ക്കുള്ള കാശുണ്ടാക്കുന്ന കൂടി അറിയണം. ഇനിയും സിദ്ധാർത്ഥ സാറിനോട് കാശ് ചോദിക്കാനാണ് ഭാവമെങ്കിലേ അതൊന്നും നടക്കാൻ പോകുന്നില്ല. രാത്രി തർക്കിക്കാൻ വയ്യ. 4-5 ദിവസം കഴിഞ്ഞ് വീട് മാറാന്നാ കരുതിയിരുന്നെ. ഉടമസ്ഥൻ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് നാളെ തന്നെ മാറാം. ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറ. ചോദ്യം ഉത്തരവൊക്കെ നമുക്ക് പുതിയ വീട്ടിൽ ചെന്നിട്ട്. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നാളെ തന്നെ നമ്മൾ വീട് മാറുന്നു. ഹലോ മാത്യു സർ, നാളെ രാവിലെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യും. നോക്കട്ടെ, 4-5 മാസത്തിനുള്ളിൽ ഫുൾ ക്യാഷ് തന്ന് ഞാനത് വിലയ്ക്ക് വാങ്ങാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഇവക്കെന്താ വട്ടാണോ? വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.